വളരെ ഗുരുതരമായിട്ടുള്ള അതീവ ആശങ്ക ഉണർത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം ചിക്കമംഗളൂരിൽ ഉണ്ടായ ഒരു അപകടം. അതിപ്പോഴും അതിൻ്റെ ദുരൂഹത മാറിയിട്ടില്ല. ചിക്കമംഗളൂർ പോലുള്ള സ്ഥലത്ത് കാട്ടിനകത്ത് 5:30 മണിക്ക് ശേഷമാണ് ആളുകൾ പോകുന്നത്. എങ്ങനെയാണ് ഈ 5:30 മണിക്ക് ശേഷം വനത്തിനകത്ത് എത്തിയാൽ അവർക്ക് തിരിച്ച് ഈ കൃത്യമായ ഇരുട്ടും വഴികളും എല്ലാം മറികടന്ന്, വഴികളുടെ കുരുക്കുകളും ഇരുട്ടുമെല്ലാം മറികടന്ന് അവർക്ക് തിരിച്ചെത്താൻ കഴിയുക? നമ്മുടെ ഹിൽ സ്റ്റേഷനുകളെല്ലാം യാതൊരുവിധ ഉറപ്പുമില്ലാതെ, സുരക്ഷിതത്വമില്ലാതെ, ഇപ്പോൾ കുടജാദ്രി പോകുന്നു. കുടജാദ്രിയിൽ ഒരു ദിവസം 50 മുതൽ 100 ജീപ്പാണ് പോകുന്നത്. അത് കുന്തേപ്പുര ഫോറസ്റ്റ്, റിസർവ് ഫോറസ്റ്റാണ്, ഐക്യരാഷ്ട്രസഭയുടെ ഇതിൽ വന്നിട്ടുള്ളതാണ്, മൂകാംബിക റിസർവ് ഫോറസ്റ്റാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ മനുഷ്യരവിടെ പോകുന്നുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യരാണ് ഒരു ദിവസം പോകുന്നത്. അതിനുള്ള സൗകര്യം ഒരുക്കണ്ടേ? വേറെ ആരെയും ഇടണ്ട, വേറെ ഒരു വാഹനവും ഇടണ്ട, ഒരു മനുഷ്യവാസവും അനുവദിക്കണ്ട. പക്ഷെ നല്ല റോഡ് ഉണ്ടാക്കിയിടണ്ടേ? എന്താണ് കുടജാദ്രിയിൽ റോഡ് ഉണ്ടാക്കിയിടാനുള്ള? ബാക്കി 1.5 കിലോമീറ്റർ ഒക്കെ നടന്ന് കയറണം. അത് കുറച്ച് അവിടെ പക്ഷെ ഗൈഡ് ഇടണം, കൃത്യമായി ഗാർഡ് ഇടണം. അതിൽ നിന്ന് ചെറിയ പൈസ ആളുകളിൽ നിന്ന് മേടിച്ചാലും കുഴപ്പമില്ല. 70 രൂപ അവിടെ മേങ്ങുന്നുണ്ട്, അത് 100 രൂപ മേടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഗാർഡ് ഇടണം. കാട് അറിയാവുന്ന, കാടിനെ നന്നായി മനസ്സിലാക്കിയിട്ടുള്ള, ചെറുപ്പക്കാരായിട്ടുള്ള, അത്യാവശ്യം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരെ രക്ഷിക്കാനും പിടിക്കാനും ഒക്കെ കഴിയുന്ന ഗാർഡിനെ ഇടണം, ഫോറസ്റ്റ് ഗാർഡ് ഇടണം. ഇതൊന്നുമില്ല. യാതൊരു സുരക്ഷിതത്വമില്ലാതെയാണ് നമ്മുടെ ട്രക്കിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. വഴിയൊന്ന് തെറ്റിപ്പോയാൽ, കാലൊന്ന് സ്ലിപ്പ് ചെയ്ത് പോയാൽ ആരോടെ ചോദിക്കുക? ഇത് തന്നെ ഒരു അമ്പല കമ്മിറ്റിയുടെ വിനോദയാത്ര, 40 അംഗങ്ങൾ പോകുന്നു. അവർ പൈസ ഉണ്ടാക്കാൻ കൂടെയാണ് പോയത്. ഇങ്ങനെ പോകുന്ന ടൂർ പോകുന്നതിൽ നിന്ന് അധികം വരുന്ന ലാഭം അമ്പല കമ്മിറ്റിക്ക് കൊടുക്കാം എന്നുള്ള വളരെ സതുദ്ദേശത്തിൽ പോയതാണ്, കുടുംബമായിട്ട് പോയതാണ്. പക്ഷേ ആ കുടുംബം പറയുന്ന ഒരുപാട് ദുരൂഹതകളുണ്ട്. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒരു സാധാരണ അപകടമാണ്, കാല് എഴുതി വീണു. പക്ഷെ കുട്ടി പോയി എന്ന് പറയുന്ന, നിന്നു എന്ന് പറയുന്ന സെൽഫി പോയിന്റും കുട്ടി വീണു എന്ന് പറയുന്ന പോയിന്റും തമ്മിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. 2 സൈഡാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതുപോലെ 1-ാം ദിവസം അവർ നന്നായി ഈ ഭാഗത്തെല്ലാം പരിശോധിച്ചു എന്ന് പറയുന്നു, താഴേക്കൊക്കെ നോക്കി എന്ന് പറയുന്നു. അപ്പോഴില്ലാത്തത് 4-ാം ദിവസം എങ്ങനെ അവിടെ വന്നു? ആ കുട്ടിയുടെ ശരീരത്തിലുണ്ടായ എല്ലാ മുറിവും വീണപ്പോഴുണ്ടായതാണെന്നാണ് പോസ്റ്റ്മോർട്ടം നിഗമനം. പോസ്റ്റ്മോർട്ടം നടന്നത് മറ്റൊരു സ്റ്റേറ്റിലാണ്. അവിടെയൊക്കെ ഈ പറയുന്ന ചിക്കമംഗളൂരും പ്രദേശത്തൊക്കെ ഒരുപാട് ഭിക്ഷാടന സംഘമുണ്ട്, അവർ താമസമുണ്ട്, ഗഞ്ചാവ് ലോബി ഉള്ള സ്ഥലമാണ്, ലഹരി മരുന്നിന് ഇടമുള്ള സ്ഥലമാണ്. ഇതെല്ലാം ഭരണകൂടത്തെയും പോലീസിനെയും സംവിധാനങ്ങളെയൊക്കെ സ്വാധീനിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വളരെ ഗുരുതരമായ അന്വേഷണം നടക്കേണ്ട ഒരു മേഖലയാണിത്. അവിടെയുള്ള ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് ആളുകൾ പോകും. പക്ഷെ അവിടെ സൂഫിയുടെ കാലത്ത് കൊണ്ടുവച്ചിട്ടുള്ള കാപ്പി വൃക്ഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് അത് കാണാൻ പോകുന്ന കുറച്ച് ആളുകളുണ്ട്. ഒന്ന് ബാബ ബുധൻഗിരിയാണ്. ഒന്നെന്ന് പറയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു മഹാന്റെ അല്ലെങ്കിൽ ഒരു ആത്മീയ നേതാവിൻ്റെ അദ്ദേഹം ഇരുന്ന് സന്യാസം ഇരുന്നതോ സമാധി ഇരുന്നതോ വളർത്തിയതോ തൊട്ടതോ ആയ സ്ഥലങ്ങളായിരിക്കും ഒന്ന്. അതോടനുബന്ധിച്ച് വെള്ളച്ചാട്ടവുമുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ഈ കുട്ടിയെ കാണാതാവുന്നു. 5:25 വരെ സെൽഫി എടുത്തിരിക്കുന്നു. 5:30 ആകുമ്പോൾ കാണാതാവുന്നു. 5 മിനിറ്റ് കൊണ്ട് ഈ കുഞ്ഞ് ഒരു മലയിലെ 1500 അടി താഴത്തേക്ക് പോയോ? വളരെ ഗൗരവതരമായ കാര്യമാണ്. മാത്രമല്ല, 1-ാം ദിവസം പോയ കുട്ടി 4 ദിവസത്തിനൊപ്പം മൃതദേഹം കിട്ടുമ്പോൾ മൃതദേഹത്തിന് 4 ദിവസം പഴക്കമില്ല എന്നുള്ളൊരു വിഷയവും കേൾക്കുന്നുണ്ട്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റൊന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എനിക്കിതിൻ്റെ ഒരു പഴയ കഥ ഓർമ്മ വരുന്നുണ്ട്. വെഞ്ഞാറമൂടെന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഒരു പട്ടികജാതി പട്ടികവർഗ പെൺകുട്ടി, വീട്ടിൽ ജോലിക്കുന്ന പെൺകുട്ടി, മറ്റൊരു സ്ഥലത്ത് ഉള്ള 1-1.5 കിലോമീറ്റർ അപ്പുറമുള്ളൊരു കിണറ്റിൽ ഡെഡ് ബോഡി കിടക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ കേസൊക്കെ അങ്ങോട്ട് ഒത്തുതീർപ്പാക്കിയതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നത് കണ്ടാൽ സഹിക്കില്ല.
അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ഒരു കാര്യമില്ല. അതൊക്കെ വളരെ മാനിപ്പുലേറ്റഡ് ആയിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കാനും കൃത്രിമമായ പോലീസ് സംവിധാനവും സർക്കാർ സംവിധാനവും ഒക്കെ വളരെ കൃത്യമായി പൊല്യൂട്ടഡ് ആയിട്ടുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ നന്ദയുടെ ആ 5-10-15 മിനിറ്റിനുള്ളിൽ ആ കുട്ടിയെ കാണാതാകുന്നു. അതിനാരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ, അതിന് ജ്യൂസ് കൊടുത്തോ, അതിനെ ഉപദ്രവിച്ചോ, അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം മോഷ്ടിച്ചോ, 100 ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റൊരു രൂപത്തിൽ വന്ന് തലയടിച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഇനി എന്താണ് ബാക്കി വരിക എന്നുള്ളത് നമുക്കറിയില്ല. ആ കേസ് എഴുതി തേച്ച് മാച്ച് പോകുമോ എന്നുള്ളതും വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഈ ബാബാ ബുധൻഗിരിയുടെ അടുത്തുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ. ആ മാണിക്യധാര വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം കാണാനും ആളുകൾ പോകും. ഇവർ 5:30 മണിക്കാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഹിൽ സ്റ്റേഷനിൽ 5:30 മണിക്കും 6 മണിക്കും ഒക്കെ ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്നത്? ഒരു 4 മണിക്കപ്പുറം ഒന്നും ഒരു മനുഷ്യനെ നിർത്തരുത്. അതിനുള്ള ഗാർഡ് ഉണ്ടാവണം, നിയമങ്ങൾ ഉണ്ടാവണം, സൈൻ ബോർഡ് ഉണ്ടാവണം. വനത്തിലായാൽ പോലും അങ്ങോട്ട് പോകുന്ന അതേ റൂട്ടിൽ തിരിച്ചു വരാൻ പറ്റണമെന്നില്ല. അതിൻ്റെ സൈൻ ബോർഡ് ഉണ്ടായിരിക്കണം. ഒരു മരത്തിലൊരു സൈൻ ബോർഡ് വെച്ചാൽ എന്താണ്? ഇതുവഴി പോവുക എന്നൊരു സൈൻ ബോർഡ് വെച്ചാൽ ഇതൊന്നും കാട്ടിലില്ല. വെറുതെ കാടിട്ടിരിക്കുന്നു. അതിനകത്തുകൂടി ഒരു മനുഷ്യർക്കും പോകാൻ പറ്റാത്തൊരു റോഡ്, അല്ലെങ്കിൽ ഒരു പാത്ത് വേ, ഒരു ഗാർഡും ലോക്കൽ ഗാർഡും ഇല്ല. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പറ്റുന്നിടത്തും പറ്റാത്തിടത്തും എല്ലാം നിന്ന് പീക്ക് പോയിന്റിലൊക്കെ ചെന്ന് സെൽഫി എടുക്കാൻ ശ്രമിക്കും. അതൊരു ആവേശമാണ്. മോളിൽ കയറുമ്പോൾ മോളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഡീപ്പ് കാണുകയാണെങ്കിൽ അതിൻ്റെ മുനമ്പിൽ നിന്ന് സെൽഫി എടുക്കാനൊക്കെ ശ്രമിക്കും. എന്തായാലും ശ്രീനന്ദയുടെ മരണം കൊലപാതകമാണോ അതോ അത് ആക്രമിച്ച് കൊല്ലപ്പെട്ടതാണോ എന്നുള്ളത് വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അത് ഇനി പോസ്റ്റ്മോർട്ടം കയറി ടെസ്റ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. എന്തായാലും മറ്റൊരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ കാരണം ഒരുപാട് ഹിൽ സ്റ്റേഷനുകൾ, ഈ ചിക്കമംഗളൂർ അടക്കമുള്ള ഒരുപാട് ഹിൽ സ്റ്റേഷനുകൾ, ഞാൻ കുടജാദ്രി ഉൾപ്പെടെ പറഞ്ഞു, ഹിൽ സ്റ്റേഷനുകളിൽ മനുഷ്യരാണ് പോകുന്നതെന്നുള്ള കൺസിഡറേഷൻ ഗവൺമെൻറ്റുകൾ കാണിക്കണം. അത് കേവലം ഫോറസ്റ്റ് എന്നുള്ള ഒരു കൺസിഡറേഷൻ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കാതിരിക്കരുത്. ആവശ്യമായ ഗാർഡും സൈൻ ബോർഡും സമയക്രമവും വേലികെട്ടലും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മനുഷ്യജീവനുകൾ രക്ഷിക്കേണ്ടതാണ്. 2 ദിവസം മുമ്പാണ് മറ്റൊരു പെൺകുട്ടി മരിച്ചത്. ഒരു പെൺകുട്ടിയെ കാണാതായി, ആ കുട്ടി തിരിച്ചു വന്നത്, കാട് തെറ്റിപ്പോയി. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. മനുഷ്യജീവന് വിലയുണ്ടെന്ന് നാം തിരിച്ചറിയണം.